മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായുള്ള ആദ്യഘട്ട വീടുകളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. വീടുകളുടെ മിനുക്കുപണികളിലേക്ക് അവസാനഘട്ട തിരക്കിട്ട മിനുക്കുപണികളിലേക്ക് കടക്കുകയാണ്. അപ്പോഴേക്കും എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ആളുകൾ വീടുകൾ കാണാനായി, ടൗൺഷിപ്പ് കാണാനായി ഇവിടെ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പല ജില്ലകളിൽ നിന്നും ആളുകൾ എത്തിയിരുന്നു. ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏട്ടാ, ഇവിടെ എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങളുടെ വീട് ആലപ്പുഴയാണ്. അല്ല, ജോലി ചെയ്യുന്നത് ബത്തേരിയാണ്. വീടൊക്കെ കണ്ടോ? വീട് കണ്ടു, വളരെ ഇഷ്ടപ്പെട്ടു. കാരണം അരുൺ സാറ് എന്റെ ഒരു വീഡിയോ കണ്ടിരുന്നു. അപ്പൊ സ്ക്രൂ വരെ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഇവരെ ചേർത്ത് പിടിക്കുന്നതിൽ. നല്ല വീടാണ്. നമുക്ക് വളരെ സന്തോഷമാണ് കാണുമ്പോഴത്തേക്ക് തോന്നുന്നു. ഞാൻ ടീച്ചറാണ്. അമ്പലവയല് GVHSS അധ്യാപകരാണ് ഞങ്ങൾ 3 പേരും. അപ്പൊ ഞങ്ങള് ഇന്ന് ടെറ്റ് എക്സാം ഉണ്ടായിരുന്നു, കേട്ടിട്ട്. അത് കഴിഞ്ഞിട്ട് എന്നാ ഇവിടെ കണ്ടുപോകാന്ന് വെച്ച് വന്നത്. എന്ത് തോന്നി കണ്ടിട്ട്? ഒരുപാട് സന്തോഷം. ഇത്രയും പെട്ടെന്ന് തന്നെ അവരെ ഇങ്ങോട്ടേക്ക് മാറ്റി പാർപ്പിക്കാനായിട്ട് ഒത്തല്ലോ, അതന്നെ വലിയ കാര്യം. ഒത്തിരി സന്തോഷം. വീട് കണ്ടിട്ട് ഇങ്ങനെയുള്ള സൗകര്യങ്ങളുള്ള വീടാണ് എന്നൊക്കെ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു? ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു ഇത്രയും സൗകര്യം ഉണ്ടാവും. ഇവിടെ വന്ന് കണ്ടപ്പോ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടല്ല. ഇത്രയും കാലത്തെ അനുഭവം വെച്ച് എങ്ങനെയായിരുന്നു ഒരു സങ്കല്പം? അങ്ങനെയല്ല, നമ്മൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ ഇവിടെ വന്നപ്പോ ഒരുപാട് സന്തോഷം തോന്നി. എന്റെ പേരെന്താ? പ്രിയ. ടീച്ചറ് വീട് കണ്ടിട്ട് എന്താ തോന്നുന്നത്? ഞാനിതിലെ യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നാറുള്ളത് തൊട്ടടുത്തടുത്തുള്ള വീടുകളെ പോലെയായിരുന്നു ആ വഴിയിലൂടെ പോകുമ്പോൾ. പക്ഷേ ഇപ്പൊ ഭയങ്കര സ്പേഷ്യസ് ആയിട്ട് ചുറ്റും വഴികളും ഒക്കെ ആയിട്ട് വളരെ പിന്നെ ഈ ദുരന്തബാധിതരെ ഇത്തരത്തിൽ ചേർത്ത് പിടിക്കുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷം. ഞങ്ങൾക്കും പുറത്തുനിന്ന് റോഡിൽ നിന്ന് കാണുമ്പോൾ അങ്ങനെ അടുത്തടുത്ത് വീടുകൾ തോന്നാറുണ്ട്. പക്ഷെ ഒരുപാട് സ്പേഷ്യസ്, പുറത്തും മുറ്റടക്കമുള്ള അല്ലെ, മുറ്റത്തിനടക്കം നല്ല ഉണ്ട്. ചുറ്റുഭാഗത്തും സ്ഥലമുണ്ട്. അതേപോലെ തന്നെ വീടാണെങ്കിലും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല അടിപൊളി വീട്. ഈ 7 സെന്റ് മാത്രമല്ല, പുറത്ത് പബ്ലിക് സ്ഥലങ്ങളുണ്ട്. അതുകൂടെ ദുരന്തബാധിതർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനം. അതുപോലെ അടുക്കളത്തോട്ടങ്ങൾ, ഇതൊക്കെ നിർമ്മിക്കാനുള്ള സ്പേസ് ഉണ്ട്. ശരിക്കും നമ്മളുടെ കേരളത്തിലാണ് ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. എല്ലാവരെയും ഇതേ രീതിയിൽ ചേർത്ത് പിടിക്കാൻ കഴിയട്ടെ. ഇങ്ങനെയൊരു വീട്, ഇത്തരം വീടുകൾ പ്രതീക്ഷിച്ചിരുന്നു? ഒട്ടും പ്രതീക്ഷിച്ചില്ല. കണ്ടപ്പോ ഒരുപാട് സന്തോഷം തോന്നി. ഇങ്ങനെ ആയിരിക്കുന്ന ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കണ്ടപ്പോഴാണ് ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമാണ് ഇവർക്ക് കൊടുക്കുന്നതെന്നുള്ളത്. അത് ഭയങ്കര സന്തോഷമാണ്. ഞാനൊരു ഇങ്ങനെ ഒരു 2-3 നില കെട്ടിടം, അതിൽ ഓരോരുത്തർക്കും ഓരോ ഫ്ലാറ്റ് പോലെയൊക്കെയാണ് എന്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതെ അതെ അതെ. അപ്പൊ അതുപോലെയൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോ ഓരോരുത്തർക്കും നമ്മൾ സാധാരണ സ്ഥലം പോലെ തന്നെ എത്രയും സ്പേഷ്യസ് ആയിട്ട് കൊടുക്കുന്നു എന്ന് കണ്ടപ്പോ വളരെയധികം സന്തോഷമുണ്ട്. ഷേർലി. എന്താ പേരെന്താ? ഹസിന. ഇവരുടെ കൂടെ വന്നതാണോ? പാരന്റ്സ് ആണല്ലേ? അപ്പൊ എന്ത് തോന്നും? വളരെ സന്തോഷം. വളരെ വലിയ വീടാണ് വിചാരിച്ചതിലും നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് ഉപയോഗിച്ചത്. ഡോറാണെങ്കിലും എന്താണെങ്കിലും വളരെ സന്തോഷം. എന്താ ചെയ്യുന്നുണ്ട്? 9th പഠിക്കാണ്. വീട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടായി. ഇതാണ് എല്ലാവർക്കും, വന്നു കണ്ട ആർക്കും ഒരു എതിരഭിപ്രായമില്ല. കഴിഞ്ഞ കാലങ്ങളിലെ ഒരു സങ്കല്പം വെച്ചുകൊണ്ട് എത്തുന്നവർക്കെല്ലാം തന്നെ, പുറത്തുനിന്ന് നോക്കിയവർക്കും നോക്കിക്കണ്ടവരും ഒക്കെ തന്നെ ഇതിനെക്കുറിച്ച് ഇത്രയും പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഇവിടേക്ക് എത്തിച്ചേർന്നത്. എന്നാൽ വന്നു കണ്ടവരെല്ലാം തന്നെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയും അതുപോലെ തന്നെ ഏറെ ഇഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന വീടുകൾ ആണ്. ടൗൺഷിപ്പിന്റെ ആ ഒരു ദൃശ്യ ഭംഗി തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് കൂടിയാണ്. ക്യാമറാമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം ടൗൺഷിപ്പിൽ നിന്നും PV ജോഷില.